السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بالله. ആദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ വേദിയിലെ സയ്യിദ് ജമലുൽ തങ്ങൾ, അഭിനന്ദനായ മുസ്തഫൽ ഫൈലി, ഈ മഹത്തായ ചടങ്ങിൻ്റെ സംഘാടകരായ ബഹുമാന്യരായ നേതാക്കൾ, വേദിയിലുള്ള സൈദാലി കുബ്സാദ് അടക്കമുള്ള KNC തങ്ങൾ, ഉബൈർ മാഷ് തുടങ്ങി ഇതിൻ്റെ അമരത്ത് നിൽക്കുന്ന പ്രാസ്ഥാനിക നേതാക്കൾ, പണ്ഡിതന്മാർ, ഇവിടെ വന്നണഞ്ഞിട്ടുള്ള യുവപ്രവർത്തകർ, വിഷയാവതരണം എന്ന എൻ്റെ ആ ദൗത്യത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് അത് സംബന്ധമായ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോട് സംവദിക്കുക എന്നതാണ് എൻ്റെ ബാധ്യത. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ കേരളീയ മുസ്ലിങ്ങൾക്ക് വലിയൊരു പണ്ഡിത നേതൃത്വത്തെ അള്ളാഹു പ്രദാനം ചെയ്യുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ സാമൂഹ്യ പ്രശ്നങ്ങളും മതപരമായ പ്രശ്നങ്ങളും വിദ്യാഭ്യാസ നവോത്ഥാനവുമൊക്കെ ഏറ്റെടുക്കുവാൻ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് സാധ്യമാവുകയും ചെയ്തു എന്നത് ആരുടെ മുമ്പിലും കേരളീയർക്ക് എടുത്തു പറയാവുന്ന വലിയൊരു നേട്ടമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയുടെ ചുവടൊപ്പിച്ച് നീങ്ങുന്ന അതിൻ്റെ യുവ വിദ്യാർത്ഥി നിരയായ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ നായകത്വത്തിൽ ഇങ്ങനെ ഒരു യാത്ര കേരളത്തിൽ നടത്തുന്നത് സാന്ദർഭികമായി പറഞ്ഞാൽ വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. അസ്തിത്വം എന്ന വാക്കിന് എക്സിസ്റ്റൻസ് എന്നാണ്, അഥവാ നിലനിൽപ്പ് എന്നാണ് അർത്ഥമെങ്കിലും മലയാള നിഘണ്ടുവിൽ അതിന് സത്യാവസ്ഥ എന്നൊരർത്ഥവും കൂടിയുണ്ട്. നമ്മളിപ്പോൾ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണുള്ളത്. കാരണം അസത്യം വല്ലാതെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ നിലകൊള്ളുന്നത്. എല്ലായിടത്തും അസത്യമാണ് ചിലരൊക്കെ എഴുതുന്നതും പ്രസംഗിക്കുന്നതും പ്രചരിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യം എന്തെന്ന് ജനസമൂഹത്തെ ബോധ്യപ്പെടുത്താതിരുന്നാൽ അതിൻ്റെ പരിണിത ഫലം ആളുകൾ നമ്മളെക്കുറിച്ച് തെറ്റിദ്ധരിക്കുകയും പുതിയ തലമുറ അങ്ങനെ തന്നെ അത് പഠിക്കുകയും അതനുസരിച്ച് അവർ നമ്മളോട് പെരുമാറുകയും ചെയ്യും എന്നതാണ്. അത്തരമൊരു അപകടാവസ്ഥ കേരളത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി കൃത്യമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്, സത്യാവസ്ഥ വിളംബരം ചെയ്യാനാണ് ഈ യാത്ര എന്ന് തീർച്ചയായും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ സ്വഭാവം ബഹുസ്വരതയാണ്. എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളുള്ളത്. ഈ രാജ്യത്ത് നമ്മുടെ പങ്കും അതുപോലെ തന്നെ നമ്മുടെ അസ്തിത്വവും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്നത്തെ ഇന്ത്യയുടെ ഭരണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം. എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വിഭാഗമാണ് മുസ്ലിം സമുദായം. ഇന്ത്യൻ നിർമ്മിതിയിൽ മുസ്ലിം പങ്കാളിത്തം എന്നതാണ് 30 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വിഷയാവതരണത്തിലൂടെ എന്നോട് ഇവിടെ സമർപ്പണം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം അതിൻ്റെ നിർമ്മിതിയിൽ വഹിച്ച പങ്ക് എത്രത്തോളമാണെന്ന് രാജ്യത്തിന്റെ ഗതകാല ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി ചരിത്ര രേഖ വെച്ച് തന്നെ പറയാൻ കഴിയും. ഒരു രാജ്യത്തിന്റെ നിർമ്മിതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആ രാജ്യത്തിന്റെ സംസ്കാരം. ഏതൊരു രാജ്യത്തിന്റെയും വികസനത്തിന്റെ അളവുകോലായി സോഷ്യോ കൾച്ചറൽ ഡെവലപ്മെന്റ് എന്നാണ് പറയാറുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും പരിശോധിച്ചാൽ രാജ്യത്തിന്റെ നവോത്ഥാന ഭൂമികയിൽ ഇന്ത്യ ഭരിച്ച മുസ്ലിം രാജാക്കന്മാർ ചെയ്ത സേവനം നമുക്ക് എടുത്തു പറയാൻ കഴിയും. 1206 കുത്തുബുദ്ദീൻ ഐബക്കിന്റെ കാലഘട്ടത്തിൽ തുടങ്ങി 857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ബഹദൂർ ഷാ സഫറിന്റെ കാലഘട്ടം വരെ അടിമ വംശം, ഖിൽജി വംശം, ഷയ്യിദ് വംശം, തുഗ്ലക് വംശം, ലോധി വംശം, മുഗൾ വംശം 700-ൽ പരം സംവത്സരക്കാലം ഇന്ത്യ ഭരിച്ചത് മുസ്ലിങ്ങളാണ്. ഇസ്ലാമിക ഭരണം എന്ന് നാം അവകാശപ്പെടുന്നില്ലെങ്കിലും അങ്ങനെ അവകാശപ്പെടാവതല്ലെങ്കിലും മുസ്ലിങ്ങൾ ഇന്ത്യ ഭരിച്ചു എന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ആ നീണ്ട കാലയളവ് ഇന്ത്യ മുസ്ലിങ്ങൾ ഭരിച്ചപ്പോൾ ഇന്ത്യക്ക് ലഭ്യമായ സാംസ്കാരികമായ ഒരുപാട് ഔന്നത്യങ്ങൾ ഇന്നും നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നു. നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയാണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും നമ്മെ അഭിസംബോധന ചെയ്യുമ്പോൾ
അവർ കയറി നിൽക്കുന്ന ചെങ്കോട്ട ഇന്ത്യയിലെ മുസ്ലിം ഭരണത്തിന്റെ പ്രൗഢ പ്രതീകമാണ്. താജ്മഹലും ഫത്തേപൂർ സിക്രിയും തകർക്കപ്പെട്ട ബാബരി മസ്ജിദും കുത്തബ് മിനാർ അടക്കമുള്ള സംവിധാനങ്ങളും നമ്മുടെ രാജ്യത്തേക്ക് വിദേശികളെ ആകർഷിക്കുന്നുവെങ്കിൽ, നമുക്കിന്നും വിദേശ നാണ്യം നേടിത്തരുന്നുവെങ്കിൽ അത് നിർമ്മിച്ചത് മുസ്ലിം ഭരണ കാലഘട്ടത്തിലാണ് എന്ന കാര്യം കൃത്യമായി നമ്മൾ പരിശോധിക്കണം. ഇന്ത്യയിലെ പല വൻ നഗരങ്ങളും നിർമ്മിച്ചത് ആ കാലഘട്ടത്തിലെ മുസ്ലിം രാജാക്കന്മാരാണ്. പക്ഷെ അവർ ചെയ്തു കൊടുത്ത നേട്ടം ഈ രാജ്യത്തെ സമൂഹം അനുഭവിക്കുമ്പോൾ അവർ ജാതീയമായി ഒരു വിഭാഗത്തിനെ മാത്രമാക്കി അത് ഒതുക്കിയില്ല. ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം സമൂഹം ഭരിച്ച ഒരു പ്രദേശത്തും അന്യമതസ്ഥർ പുറത്തു പോകണം എന്നൊരു സമീപനം അവർ സ്വീകരിച്ചില്ല. മുസ്ലിം രാജാക്കന്മാർ ഭരിച്ചപ്പോഴും അമുസ്ലിങ്ങൾക്ക് ഒരു ബഹുസ്വര രാഷ്ട്രത്തിലെ പരിഗണന ലഭിച്ചു എന്നത് ഇന്ത്യയുടെ ചരിത്രം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. 700 കൊല്ലം ഇന്ത്യ ഭരിച്ചിട്ടും നോർത്ത് ഇന്ത്യയിൽ ഇന്നും മുസ്ലിം സമൂഹത്തിന്റെ അംഗസംഖ്യ കുറവാണ്. പാകിസ്ഥാനിലേക്ക് കുറെ മുസ്ലിങ്ങൾ പോയെങ്കിലും മുസ്ലിങ്ങൾ ഇവിടെ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഭരണചക്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മതം പ്രബോധനം ചെയ്യുവാനോ അടിച്ചമർത്തിക്കൊണ്ട് മതത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാനോ ഉള്ള യാതൊരു നയസമീപനങ്ങളും അന്നത്തെ ഭരണകൂടം ഇന്ത്യയിൽ ഇല്ല എന്നത് ചരിത്രം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ബോധ്യപ്പെടും. ഒരു രാജ്യത്തിന്റെ ചിത്രം മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനമായ രാജ്യത്തിന്റെ ചരിത്രമാണ്. ഇന്ത്യക്കാദ്യമായി ഒരു ചരിത്രരേഖ ഉണ്ടാക്കി കൊടുത്തത്, ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്താൻ വേണ്ടി ഇവിടെ വന്ന് വർഷങ്ങളോളം ഇവിടെ നിന്ന്, കൃത്യമായി പറഞ്ഞാൽ 1017 മുതൽ 1030 വരെ ഇന്ത്യയിൽ താമസിച്ച അബൂ റൈഹാൻ മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ ബിറൂനി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, അദ്ദേഹമാണ് ഇന്ത്യക്ക് ആദ്യമായി ഒരു ചരിത്ര ഗ്രന്ഥം എഴുതി കൊടുത്തത്. അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് തഹ്കീഖ് മാലിൽ ഹിന്ദ് മിൻ മഖൂലത്തിൻ മഅഖൂലത്തിൻ ഫിൽ അഖ്ലി ഔ മർദൂല. തഹ്കീഖ് മാലിൽ ഹിന്ദ് എന്ന് പറയുന്ന, കിതാബുൽ ഹിന്ദ് എന്ന് പറയുന്ന a critical study of what India says, whether accepted reason or refused. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സ്വീകാര്യമോ അസ്വീകാര്യമോ ആയ ഇന്ത്യയുടെ ചൊല്ല് തിരിച്ചറിയുക. അതാണ് തഹ്കീഖ് മാലിൽ ഹിന്ദ് മിൻ മഖൂലത്തിൻ മഅഖൂലത്തിൻ ഫിൽ അഖ്ലി ഔ മർദൂല. ഈ ചരിത്രമാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര പുസ്തകം. ആ ചരിത്രം തയ്യാറാക്കുന്നതിന് വേണ്ടി അബൂ റൈഹാൻ അൽ ബിറൂനി ഇന്ത്യയിൽ വന്ന് ആദ്യം സംസ്കൃതം പഠിച്ചു. ഇന്ത്യൻ ചരിത്രം പഠിക്കണമെങ്കിൽ ആദ്യം സംസ്കൃതം പഠിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം മഠങ്ങളിൽ പോയി ഇരുന്ന് സന്യാസിമാരുടെ മുമ്പിൽ നിന്നും ആ ഭാഷ പഠിച്ചതിന്റെ ശേഷം, ആ ഭാഷാനുസൃതമായ പ്രയോഗങ്ങൾ പഠിച്ചതിന്റെ ശേഷം ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്തി അദ്ദേഹം മനോഹരമായ ഒരു കിതാബ് എഴുതി. അതാണ് ഈ പറയുന്ന കിതാബുൽ ഹിന്ദ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ തഹ്കീഖ് മാലിൽ ഹിന്ദ്. അദ്ദേഹം അത് സമൂഹത്തിന് സമർപ്പണം ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ആധികാരികമായ ഇന്ത്യയുടെ ഒരു ചിത്രം ചരിത്രത്തിലൂടെ മറ്റൊരാളും കണ്ടിരുന്നില്ല. അത്ര ഗ്രാഹ്യമായ രീതിയിൽ ആളുകൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഇന്ത്യയുടെ ചരിത്രം എടുത്തു ധരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം ഇന്ത്യയിൽ ഏകദേശം 13 വർഷത്തോളം ഇതിനു വേണ്ടി തങ്ങിയെന്ന് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിലും വന്നിട്ടുണ്ട് എന്നാണ് ചരിത്രരേഖ പറയുന്നത്. ഇന്ത്യയുടെ നിർമ്മിതിയിൽ മുസ്ലിങ്ങൾ വഹിച്ച പങ്കിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യക്ക് ഒരു ആധികാരിക ചരിത്രം ഉണ്ടാക്കി കൊടുക്കാൻ ഒരു മുസ്ലിം പണ്ഡിതന് കഴിഞ്ഞു എന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. ആ കാലഘട്ടത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അന്ന് സൗഹൃദത്തിന്റെ വിളനിലമായിരുന്നു നമ്മുടെ രാജ്യം എന്ന് കാണുവാൻ കഴിയും. മാത്രമല്ല, ഇന്ത്യയിലെ ജനസമൂഹത്തെ ധർമ്മത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അധർമ്മകാരികൾക്കെതിരെ ഉത്ബോധനം നടത്തുവാൻ ഓരോ കാലഘട്ടത്തിലും ഇന്ത്യയിൽ ജ്വലിച്ചു നിന്നത് മഹത്തുക്കളായ സൂഫി വര്യന്മാരായിരുന്നു. ഹിജ്റ 563 ഖാജ മുഈദുൽ ചിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് അദ്ദേഹം ഇന്ത്യയുടെ നിർമ്മിതിയിൽ വലിയ പങ്ക് വഹിച്ച മഹാനാണ്. നിരാലംബരും നിരാശ്രയവുമായ ആളുകൾ, അകറ്റപ്പെട്ട ആളുകൾ, ജാതീയമായി വേർതിരിക്കപ്പെട്ടവർ, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് സത്യത്തിന്റെ ഉത്ബോധനം പ്രദാനം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തി മാഹാത്മ്യം കണ്ടുകൊണ്ട് പലരും ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വെളിച്ചം പകർന്നു കൊടുത്തു. ചരിത്ര സംഭവമാണ്. പഞ്ചാബിന്റെ തെരുവിൽ ബാബ ഫരീദുദ്ദീൻ ഗഞ്ച് ഷഹർ ഹിജ്റ വർഷം 569 ഇതേ ദൗത്യമാണ് നിർവഹിച്ചത് എന്ന് ചരിത്രം പറയും. സയ്യിദ് ഇമാമുദ്ദീൻ ഔലിയ ഹിജ്റ 634 ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് പാവപ്പെട്ടവന്റെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് പ്രബോധനം നടത്തി. അടിച്ചമർത്തപ്പെട്ട വർഗത്തിന്റെ സമുദ്ധാരണമായിരുന്നു അവരുടെ ലക്ഷ്യം. വനുരീദു അൻ നമുന്ന അലല്ലദീന സ്തുദിഫു ഫിൽ അർളി വനജഅലഹും അഇമ്മതൻ വനജഅലഹുൽ വാരിസീൻ.
എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ ഇസ്ലാം എപ്പോഴും മർദ്ദിതന്റെ പക്ഷത്ത് നിന്ന മതമാണ്, മർദ്ദകനെ എതിർത്ത മതമാണ്. ആ രീതിയിൽ തന്നെ അടിയാള വർഗത്തിന്റെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി നവോത്ഥാനത്തിന്റെ പാത പണിതു പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇന്ത്യയിൽ. തൊട്ടുകൂടാത്തവനെയും തീണ്ടിക്കൂടാത്തവനെയും അത് ശരിയല്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഗാന്ധിജി പറഞ്ഞതും ഇസ്ലാം പറഞ്ഞതും ഒരർത്ഥത്തിൽ ഒന്നാണ്. ഗാന്ധിജി പറഞ്ഞത് അൺടച്ചബിലിറ്റി ഈസ് ദ ക്രൈം അഗൈൻസ്റ്റ് ഗോഡ് ആൻഡ് മാൻ എന്നാണ്. നമ്മുടെ ഇംഗ്ലണ്ടിലൊക്കെ എന്നോ കാലഘട്ടത്തിൽ ഇത് എഴുതി വെച്ചിരുന്നു. പണ്ട് ഇംഗ്ലണ്ടിൽ കത്തെഴുതിരുന്ന കാലത്ത് അൺടച്ചബിലിറ്റി അഥവാ തൊട്ടുകൂടായ്മ ദൈവത്തോടും മനുഷ്യരോടും ചെയ്യുന്ന അപരാധമാണ്. ദേശീയ ഭാഷയിലും ഉണ്ടായിരുന്നു അസ്പൃശ്യത ഈശ്വർ और मानव के प्रति अपराध है. പക്ഷെ ആരും അത് അംഗീകരിച്ചില്ല, ഇന്നും അംഗീകരിക്കപ്പെടുന്നില്ല. ഇസ്ലാം പറഞ്ഞതും അങ്ങനെ തന്നെ, മനുഷ്യരൊക്കെ ഒന്നാണ്. ഒരു പിതാവിൽ നിന്നും ഒരു മാതാവിൽ നിന്നുമുള്ള സന്തതികൾ അവരെല്ലാവരും ഒന്നുപോലെയാണെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം സിദ്ധാന്തിച്ചു. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകി. മഹാനായ ഖുത്ബുദ്ദീൻ ബക്തിയാർ കാക്കി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഡൽഹി കേന്ദ്രീകരിച്ചപ്പോ, നസീറുദ്ദീൻ ദഹ്ലവി ഡൽഹി കേന്ദ്രീകരിച്ചപ്പോ അവരൊക്കെ സമൂഹത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അവരാരും അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ വാൾമുന കൊണ്ട് പ്രചരിപ്പിച്ചിട്ടില്ല. അവരാരും അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ധിക്കാരപരമായ സമീപനത്തിലൂടെ അടിച്ചമർത്തിക്കൊണ്ട് നിങ്ങൾ അത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ ജീവിത വിശുദ്ധി കണ്ടുകൊണ്ടും ഐത്തം പോലുള്ള അസ്പൃശ്യത പോലുള്ള പ്രവർത്തനങ്ങളെ നിരാകരിച്ചുകൊണ്ടും സമൂഹത്തിന് ഊർജം പകർന്നപ്പോൾ അവർ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് കടന്നു വന്നു. കേരളത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ വലിയ വലിയ പണ്ഡിതന്മാർ പള്ളി ദർസുകളിലൂടെ സമൂഹത്തിന് ദീൻ പഠിപ്പിച്ചു കൊടുത്തപ്പോ ജനസമൂഹം ആരാധരിച്ചു. 14-ാം നൂറ്റാണ്ടിൽ ഇവിടെ വന്ന ഇബ്നു ബത്തൂത്ത ഏഴിമലയിലും മംഗലാപുരത്തും ഞാൻ ദർസ് കണ്ടു എന്നും അതിന്റെ ചൈതന്യം മനോഹരമാണെന്നും എഴുതി വെച്ചു. സർ വില്യം ലോഗൻ തന്റെ മലബാർ മാനുവൽ തയ്യാറാക്കുമ്പോൾ ലോഗൻ പറഞ്ഞു, ഞാൻ പൊന്നാനിയിലൂടെ സന്ദർശിക്കുമ്പോൾ 27 വലിയ ദർസുകൾ കണ്ടു. ആ ദർസുകളെ കുറിച്ച് അദ്ദേഹം സവിസ്തരം പ്രതിപാദിക്കുന്നു. മഹ്ദൂം ഒന്നാമനും മഹ്ദൂം രണ്ടാമനും ഈ സമൂഹത്തിൽ ചെയ്ത സേവനം പണ്ഡിത പ്രവർത്തനമായിരുന്നുവെങ്കിൽ കേവലം ഈ സമൂഹത്തിന് ദീൻ പഠിപ്പിക്കുക മാത്രമല്ല അവർ ചെയ്തത്. അധിനിവേശ വിരുദ്ധത ഈ സമൂഹത്തിന്റെ മനസ്സിൽ നമ്മുടെ അന്തരാളങ്ങളിൽ ജ്വലിപ്പിച്ചത് മഖ്ദൂമുമാരാണ്. ചരിത്രം കൃത്യമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വൈദേശിക അധിനിവേശികളെ ചെറുത്തുകൊണ്ട് രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി സമൂഹം ഗോതിയിലിറങ്ങണമെന്ന് പഠിപ്പിച്ചത് പള്ളിയിൽ ദർസ് നടത്തിയിരുന്ന പണ്ഡിതന്മാരാണ്. അതിലൊന്നാമനാണ് മഖ്ദൂം. അദ്ദേഹമാണ് ഈ സമൂഹത്തോട് തഹ്രീദു അഹ്ലുൽ ഈമാൻ അലാ ജിഹാദി അബദത്തി സുൽബാൻ എന്ന ഗ്രന്ഥം എഴുതിക്കൊണ്ട് മനോഹരമായ ആ കവിതയിലൂടെ ജനങ്ങളെ നിങ്ങൾ പോർച്ചുഗലിനോട് സഹകരിക്കരുത്, എന്ത് നട്ടം സംഭവിച്ചാലും ശരി നിങ്ങൾക്ക് അവർക്കെതിരെ പൊരുതണം എന്ന് ഈ സമൂഹത്തോട് പറഞ്ഞത് മഖ്ദൂമുമാരായിരുന്നു. രണ്ടാമത്തെ മഖ്ദൂമിന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ ഫീ ബഅദി അഖ്ബാരിൽ പോർത്തുഗാലിയീൻ, പോർച്ചുഗൽ ആധിപത്യത്തിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിച്ച ഗ്രന്ഥമായിരുന്നു അത്. പള്ളിയിൽ അവർ ദർസ് നടത്തി. ആ ദർസിനോടൊപ്പം തന്നെ വൈദേശിക വിരുദ്ധതയും പഠിപ്പിച്ചു, സമൂഹത്തിന് ദേശീയതയും പഠിപ്പിച്ചു, ഇസ്ലാമിക ബോധവും പഠിപ്പിച്ചു, രാജ്യത്തെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. കോഴിക്കോട്ടെ ഖാദി മുഹമ്മദ് റഹ്മഹുല്ല ആത്മീയമായി സമൂഹത്തിന്റെ സമുദ്ധാരണത്തിന്റെ പാത വെട്ടിത്തെളിച്ചു കൊടുത്തപ്പോൾ തന്നെ ഫത്ഹുൽ മുബീൻ എന്ന ഗ്രന്ഥം എഴുതിയ അദ്ദേഹം നല്ല മനോഹരമായ കവിത. ആ കവിതയിലൂടെ സാമൂതിരിപ്പാട് മുസ്ലിങ്ങൾക്ക് പോർട്ടുഗീസുകാർ പൊളിച്ച ചാലിയത്തെ പള്ളി തിരിച്ചു പിടിച്ചു കൊടുക്കാൻ ചെയ്ത സഹായത്തിന്റെ കഥ മനോഹരമായി അവതരിപ്പിച്ചു. അത് അറബിയിൽ അവതരിപ്പിച്ചുകൊണ്ട് സാമൂതിരിപ്പാടിനെ വിശ്വപ്രശസ്തനാക്കി. ആ രീതിയിലുള്ള പരസ്പര സഹകരണത്തിന്റെ ഇന്ത്യയും ആ സഹകരണത്തിന്റെ ചരിത്രവും വളരെ വ്യക്തമായി ഇന്ത്യ രാജ്യത്ത് കടന്നുപോയ മഹത്തുക്കളുടെ ജീവചരിത്രം നമുക്ക് പകർന്നു തരുന്നുണ്ട്. വലിയുല്ലാഹി ഖുതുബുസ്സമാൻ മുമ്പറം സയ്യിദ് അലവി തങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത ഫത്വ പിന്നീട് ക്രോഡീകരിച്ചതാണ്. മഹാനായ മമ്പുറം തങ്ങളുടെ ഫത്വ പിന്നീട് ക്രോഡീകരിച്ചതാണ് അസ്സൈഫുൽ ബത്താർ അലാ മൻ യുവാലിൽ കുഫാർ വയത്തഖിദുഹും മിൻ ദൂനില്ലാഹി വൽ മുഅ്മിനീന അൻസാർ. ഇന്ത്യ മഹാരാജ്യത്ത് അതുപോലെ വൈദേശിക അധിനിവേശികളോട് സഹകരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര ഗണ്ഡിതമായി അക്കാലഘട്ടത്തിൽ വിരചിതമായ ഒരു ഗ്രന്ഥവും ആർക്കും ഉദ്ധരിക്കാൻ കഴിയില്ല. ആ ദൗത്യം നിർവഹിച്ചത് മുസ്ലിം പണ്ഡിതന്മാരാണ്. ദേശത്തിന്റെ കാവലാളായി നിന്ന പണ്ഡിത വര്യന്മാരുടെ ഈ രചന കൊണ്ട് കേരളത്തിലെ മുസ്ലിം സമൂഹം വൈദേശിക അധിനിവേശ വിരുദ്ധത പഠിച്ചു. അവർ സമരസജ്ജരായി. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പുത്രൻ സയ്യിദ് ഫളൽ. എന്തുകൊണ്ടാണ് സയ്യിദ് ഫളലിന്റെ ഖബർ തുർക്കിയിൽ വന്നത്? ഇസ്തംബൂളിലാണ് അദ്ദേഹത്തിന്റെ ഖബർ. എന്തുകൊണ്ട് അദ്ദേഹം ഇസ്തംബൂളിൽ മറവിട്ട് കിടക്കേണ്ടി വന്നു? ഇവിടുന്ന് നാട് വിട്ടു പോകേണ്ടി വന്നതുകൊണ്ട്. നാട് വിട്ടു പോകേണ്ടി വന്നത്
കളക്ടർ കനോലി സാഹിബ് അദ്ദേഹത്തെ നാട് കടത്താൻ ഉത്തരവിട്ടത് കൊണ്ട്, നാട്ടിൽ എന്നെ കൊണ്ട് കുഴപ്പമുണ്ടാകരുതെന്ന് കരുതി അദ്ദേഹം നാട് വിട്ടുപോയി. അതിന്റെ കാരണം ബ്രിട്ടീഷുകാരെ ഈ രാജ്യത്ത് പൊറുപ്പിക്കില്ലെന്ന് സമൂഹത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് എന്ന് പറയുന്ന മനോഹരമായ ഒരു ഗ്രന്ഥം സമൂഹത്തിന് സമർപ്പണം ചെയ്തപ്പോഴാണ് തന്റെ പിതാവിന്റെ പാരമ്പര്യത്തിലൂടെ, തന്റെ പിതാവിന്റെ ഫത്വയിലൂടെ ഈ ഉമ്മത്തിനെ ബ്രിട്ടീഷുകാർക്കെതിരെ ചിന്തിപ്പിക്കാനും വേണമെങ്കിൽ സമരമുഖത്ത് സജീവമാകുവാനും സെയ്ദ് ഫള് പൂക്കോയ തങ്ങൾ ഉത്ബോധിപ്പിച്ചു. ആ പാരമ്പര്യമാണ് നമ്മുടെ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ പാരമ്പര്യം. ആ പാരമ്പര്യത്തിലുള്ള മുസ്ലിം സമൂഹത്തെ ഇന്ന് ഇന്ത്യയിൽ ഒരു തരത്തിലും നിങ്ങൾക്ക് അവകാശമില്ലെന്ന് പറയത്തക്ക വിധമുള്ള പൗരത്വ ബില്ല് വന്നു. അതിന്റെ അലയൊലി എന്നോണം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ സമൂഹത്തെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നമ്മുടെ സഹോദര സമുദായ അംഗങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു. 100% തെറ്റിദ്ധരിപ്പിക്കലുകൾ. ഈ തെറ്റിദ്ധരിപ്പിക്കലുകളാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ അപകടമായി മാറുക. രാജ്യത്തെ ഭരണമാർക്കും ഉണ്ടാകാം, മുന്നണികൾ മാറി മാറി ഭരിക്കാം, മന്ത്രിമാർ മാറി മാറി വരും, സാഹചര്യങ്ങൾ മാറി മാറി വരും. നമുക്ക് സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒന്നും ഉണ്ടായിട്ട് ഫലമില്ല. വർഗീയത നാം പെടുത്താൽ നോർത്ത് ഇന്ത്യ നമുക്ക് വലിയ പാഠമാണ്. ജ്വലിച്ചു നിന്നിരുന്ന പ്രദേശങ്ങൾ തകർന്നടിഞ്ഞു പോയി, പുരോഗതിയിലേക്ക് കുതിച്ചുയർന്നിരുന്ന പ്രദേശങ്ങൾ പുറകോട്ട് പോയി. വർഗീയത എന്ന് പറയുന്നത് ഒരു ഉമ്മത്തിന്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിന്റെ നാശത്തിലേക്കാണ് സമൂഹത്തെ കൊണ്ടുതന്നെത്തിക്കുക. ഇപ്പോൾ കേരളത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന വളരെ ഭീകരമായ അവസ്ഥ നിങ്ങൾ നോക്ക്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദര സമുദായം, ക്രൈസ്തവ സമുദായം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തെ പോലെ തന്നെ ഇവിടെ ജീവിക്കുന്ന ഒരു സമുദായമാണ്. തോമസ് ലീഹ എന്ന് പറയുന്നയാൾ വന്നത് കൊടുങ്ങല്ലൂരിലാണ്. മാലിക് ബിൻ ദീനാറും സംഘവും വന്നതും കൊടുങ്ങല്ലൂരിലാണ്. രണ്ടു കൂട്ടരും പുറത്തുനിന്ന് വന്ന് ആ മതം ഇവിടെ പ്രചരിപ്പിച്ച് ജനസമൂഹം ആ മതം സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ മുസ്ലിങ്ങളും ക്രൈസ്തവ സമൂഹവും ഒരു പ്രത്യേക രീതിയിൽ തന്നെ അവരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഹൈന്ദവ സുഹൃത്തുക്കൾ നമ്മളെ സ്വീകരിക്കുന്നു, സൽക്കരിക്കുന്നു. നമുക്ക് പള്ളി കെട്ടാൻ അവർ സ്ഥലം തന്നു ഹൈന്ദവർ, അതുപോലെ ക്രൈസ്തവർക്കും പള്ളി കെട്ടാൻ അവർ സ്ഥലം കൊടുത്തു. ഇവിടെ വന്ന് നമ്മുടെ സമൂഹം ഇന്ത്യയുടെ നിർമ്മിതിയിൽ പങ്കുവഹിച്ചതുപോലെ ഈ സമൂഹത്തിന് നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുവാനും ഈ സമൂഹത്തിന് നല്ല ഭക്ഷണം കഴിക്കുവാനും, ഞാൻ അങ്ങനെ പറഞ്ഞാൽ ബിരിയാണി എന്ന് പറയുന്ന സാധനം അറബികളുടേതാണ്. ആ സാധനം ഇവിടെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി കൊടുത്തത് അറബികളാണ്. ഇസ്ലാമിക വേഷം ധരിക്കുന്ന സംവിധാനം ഇവിടെ കുപ്പായം ധരിക്കാത്ത ജനങ്ങൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ, മാറുമറക്കാത്ത ജനങ്ങൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ മാറുമറപ്പിക്കാൻ ആവശ്യമായ സാംസ്കാരിക സമ്പന്നത കാണിച്ചു കൊടുത്തത് മുസ്ലിങ്ങളാണ്. ഹൈന്ദവ സമൂഹത്തിനും ക്രൈസ്തവ സമൂഹത്തിനും ഒക്കെ ചേർത്ത് പിടിച്ചു നിൽക്കാൻ, ഇസ്ലാം മതത്തോട് ഒരുമ പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നത് ഗതകാല ചരിത്രം സാക്ഷിയാണ്. നിങ്ങൾ പരിശോധിച്ചാൽ സഹോദരൻ അയ്യപ്പൻ തന്റെ പ്രിയപ്പെട്ട മകൾക്ക് ആയിഷ എന്ന് പേരിടാൻ എന്താണ് കാരണം? ഡോക്ടർ സി കെ കരീം സാർ തന്റെ ഗ്രന്ഥത്തിൽ മനോഹരമായി അതിന്റെ കാര്യകാരണ സഹിതം വിശദീകരിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ ഇസ്ലാം ശക്തിപ്പെട്ട് നിൽക്കുന്ന ഒരു സമയം, അവിടെയാണല്ലോ ഇസ്ലാം കടന്നു വരുന്നത്. ആ കാലഘട്ടത്തിൽ അവിടെ പിന്നോക്ക വർഗ്ഗക്കാരുണ്ടായിരുന്നു, വിശിഷ്യ ഈഴവരും അതുപോലെ തന്നെ കീഴ്ജാതിക്കാർ. അവർക്ക് മാറുമറക്കാൻ സ്വാതന്ത്ര്യമില്ല, അവർക്ക് വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ല, അവർക്ക് ഉച്ചത്തിൽ സംസാരിക്കാൻ പോലും പരിമിതികൾ ഉണ്ടായിരുന്നു. അന്ന് അവിടെയുള്ള മുസ്ലിം പ്രമാണിമാർ പറഞ്ഞു, നിങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ വഴി നടക്കാം, നിങ്ങൾക്ക് നിയന്ത്രണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർക്ക് മാത്രമില്ല. അവർ വസ്ത്രം വാങ്ങിക്കൊടുത്തു പാവപ്പെട്ട സ്ത്രീകൾക്ക്, ഹരിജനങ്ങൾക്ക്. പാവപ്പെട്ട ഈഴവരോട് പറഞ്ഞു, നിങ്ങൾ മാറുമറിച്ച് നടന്നോളൂ. ഇന്നത്തെ പോലെയല്ല. അന്ന് ഈഴവന് സവർണന്റെ മുമ്പിൽ മാറുമറക്കാൻ അർഹതയുണ്ടായിരുന്നില്ല. അവരുടെ പെണ്ണുങ്ങൾ സ്ഥലം പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കണമെന്ന നിയമമുണ്ടായിരുന്നു. അതിനുവേണ്ടി മുലക്കരം ഏർപ്പെടുത്തിയ നാടാണ് നമ്മുടെ നാട്. അന്ന് മുസ്ലിം പ്രമാണിമാര് പറഞ്ഞു, പറ്റില്ല, ഞങ്ങളുടെ ഈ നാട്ടിൽ എല്ലാവർക്കും ഒരുപോലെ അധികാരമുണ്ട്. പിന്നോക്ക വർഗ്ഗക്കാർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു നേതാവാണ് സഹോദരൻ അയ്യപ്പൻ. അയ്യപ്പൻ തുറന്നു പറഞ്ഞു, നമുക്ക് ഇത്ര നല്ല മനുഷ്യത്വം കാണിച്ചു തരുന്ന ഈ സമൂഹത്തോടുള്ള കടപ്പാട് എന്ന രീതിയിൽ ഞാൻ എന്റെ മകൾക്ക് ആയിഷ എന്ന് പേരിടും. ആയിഷ മുസ്ലിം ആയിട്ടില്ല, അവൾ ഹൈന്ദവ വനിതയായി തന്നെ മരിച്ചുപോയി. പക്ഷെ അങ്ങനെ പേരിടാനുള്ള കാരണം ഗവേഷണം നടത്തി കൃത്യമായി കേരള യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് തലപ്പത്തിരുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ സി കെ കരീം സാർ തന്റെ ഹിസ്റ്ററി ഓഫ് കേരള മുസ്ലിംസിന്റെ 3ാം വോള്യത്തിൽ മനോഹരമായി രേഖപ്പെടുത്തി. അതിന്റെ കാരണം മുസ്ലിം സമൂഹം ചെയ്തു തന്ന ഗുണകരമായ പ്രവർത്തനത്തിന്റെ ഒരു നന്ദി എന്ന രീതിയിലാണ് അദ്ദേഹം സ്വന്തം മകൾക്ക് മുസ്ലിമിന്റെ പേരിട്ടത്. ആ ഒരു പാരമ്പര്യമാണ് നമ്മുടെ പാരമ്പര്യം. ക്രൈസ്തവ സമൂഹം ഇന്ന് നമുക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ ഗൗരവം നോക്കും നിങ്ങൾ. ഇവിടെ ഒരുപാട് സ്കോളർഷിപ്പുകളുണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനും ഉയരുവാനും. പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഉണ്ട്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഉണ്ട്,
മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ് ഉണ്ട്. ITയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്വകാര്യ മേഖലയാണെങ്കിൽ പോലും ഫീ റീഇംബേഴ്സ്മെന്റ് സ്കീമുണ്ട്. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഫെലോഷിപ്പ് ഉണ്ട്. ഇതൊക്കെ കൊടുക്കുന്നത് ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന സ്കീമുകളുടെ അടിസ്ഥാനത്തിലുണ്ട്. പ്രത്യേകം പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് പിന്നോക്ക സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരും. അതിലേറ്റവും പ്രധാനമാണ് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലെ നിർമ്മിതിക്ക് പ്രധാന പങ്ക് വഹിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ മുസ്ലിം സമൂഹത്തിന് വേണ്ടി കൊണ്ടുവന്ന സച്ചാർ കമ്മീഷൻ. സച്ചാർ കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷനെ കുറിച്ച് പഠിച്ചു നോക്ക് നിങ്ങൾ. ആ കമ്മീഷൻ പ്രൈം മിനിസ്റ്റേഴ്സ് ഹൈ ലെവൽ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ ലക്ഷ്യം തന്നെ മുസ്ലിങ്ങളുടെ അടിസ്ഥാനപരമായ ഉത്ഥാനമാണ്. മുസ്ലിങ്ങൾ ഈ രാജ്യത്തെ ഉദ്യോഗ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഹരിജനങ്ങളെക്കാൾ പുറകിലാണ് എന്ന് കമ്മീഷൻ കണ്ടെത്തി. അതുകൊണ്ട് മുസ്ലിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രത്യേകമായ ചില പദ്ധതികൾ അവർ ശുപാർശ ചെയ്തു. ആ പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പാക്കി. അതിന്റെ ഭാഗമായിരുന്നു വിവിധ തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ. മുസ്ലിം സമൂഹത്തിൽപ്പെട്ട കുട്ടികൾക്ക് പ്രത്യേക ട്രെയിനിങ്ങും കോച്ചിങ്ങും കൊടുത്തുകൊണ്ട് അവർ ഉയർത്തിക്കൊണ്ടുവരിക, അവർക്ക് പ്രത്യേകമായ സഹായ പദ്ധതികൾ ആവിഷ്കരിക്കുക. അത് രാജ്യത്തെ ഗവൺമെന്റ് പ്രധാനമന്ത്രി നിയമിച്ച ഒരു സമിതിയുടെ ശുപാർശ പ്രകാരം തീരുമാനിച്ചതാണ്. അത് 100% മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. 100%. ആ 100% മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടപ്പോൾ ഇത് നടപ്പാക്കാൻ വേണ്ടി പ്രായോഗിക നടപടികൾ സ്വീകരിക്കുമ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്തെ മതേതര ഗവൺമെന്റിന് മുമ്പിൽ മുസ്ലിങ്ങൾക്ക് മാത്രമായി ചില നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ചില പ്രയാസങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് മുസ്ലിം എന്ന് മാറ്റി ന്യൂനപക്ഷം എന്നാക്കി. ന്യൂനപക്ഷം എന്നാക്കിയപ്പോൾ ക്രൈസ്തവ സമൂഹത്തിലും അതിൽ അവകാശമുണ്ടായി. അങ്ങനെ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള 100%-ൽ നിന്ന് 20% അവർക്ക് കൊടുത്തു. അവർക്ക് 20% കൊടുത്തതിന്റെ മാനദണ്ഡം എന്താണ്? ഇവിടെ ക്രൈസ്തവ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളും പിന്നോക്കക്കാരല്ല. ക്രൈസ്തവ സമൂഹത്തിൽ മുന്നോക്കക്കാരാണ് കൂടുതലുള്ളത്. ക്രൈസ്തവ സുഹൃത്തുക്കളിൽ പിന്നോക്കക്കാരുള്ളത് ലത്തീൻ കത്തോലിക്കരും പരിവർത്തിത ക്രൈസ്തവരും മാത്രമാണ്. ഈ ലത്തീൻ കത്തോലിക്കരും പരിവർത്തിത ക്രൈസ്തവരും അഥവാ ഹരിജനങ്ങളിൽ നിന്നും മറ്റും ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ച ആളുകൾ അത് പരിശോധിച്ചാൽ അവർ കേവലം 20% വരൂ. നേരെ മറിച്ച് മുസ്ലിങ്ങൾ ബഹുഭൂരിപക്ഷവും പിന്നോക്കക്കാരാണ്. അതുകൊണ്ട് അവർക്ക് 20% കൊടുത്തതിന്റെ മാനദണ്ഡമാണ്. ഇവിടെ രണ്ടു കാര്യം ശ്രദ്ധിക്കണം. ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട പിന്നോക്ക വിഭാഗക്കാരായ 20%-ന് ലത്തീൻ കത്തോലിക്കർക്കും അതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിൽപ്പെട്ട പരിവർത്തിത ക്രൈസ്തവർക്കും അവരുടെ ഏതാണ്ട് ഒരു മാനദണ്ഡം കണക്കാക്കി 20 കൊടുത്തു. എന്നാൽ അത് 100% മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട 100-ൽ നിന്ന് അവർക്ക് 20 കൊടുത്തു. ഇപ്പോൾ അവർ പറയുന്നു ഞങ്ങൾക്ക് 20 കിട്ടിയുള്ളൂ, മുസ്ലിങ്ങൾക്ക് 80 കിട്ടി. മറ്റു പല സ്കോളർഷിപ്പുകളുമുണ്ട്. പൊതുവായി എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള സ്കോളർഷിപ്പുകൾ. ആ സ്കോളർഷിപ്പുകളിൽ അവർക്ക് 20 കൊടുക്കാനുള്ള മാനദണ്ഡം ഇതാണ്. അതുകൊണ്ട് അവർക്ക് കിട്ടിയ ഇരട്ട നേട്ടം മനസ്സിലാക്കണം. അവർക്ക് ന്യൂനപക്ഷം എന്ന രീതിയിൽ അവരുടെ സമ്പന്നരായ കുട്ടികൾക്കും ചില സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നുണ്ട്. ഉദ്യോഗ മേഖല ഉയർന്നു പോയിട്ടും എല്ലാ വിഭാഗത്തിലും. അതേസമയത്ത് ലത്തീൻ കത്തോലിക്കർ, പരിവർത്തിത ക്രൈസ്തവർ ഇവർക്കാണെങ്കിലോ പിന്നോക്കക്കാർ എന്ന രീതിയിലുള്ള ആനുകൂല്യവും ലഭിക്കുന്നുണ്ട്. എന്നാൽ മുസ്ലിം സമൂഹത്തിനോ നമ്മൾ ന്യൂനപക്ഷം എന്ന ആനുകൂല്യമാണെങ്കിലും പിന്നോക്കം എന്ന ആനുകൂല്യമാണെങ്കിലും ഒരു തരത്തിൽ മാത്രമേ ലഭിക്കുന്നു. ആ വസ്തുത മനസ്സിലാക്കാതെ നമ്മുടെ കേരളത്തിൽ ഈ പ്രചരണം നടത്തുമ്പോൾ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് ഒരു ബാധ്യതയുണ്ട്. കേരളത്തിൽ എത്ര ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്? ആ സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ എത്ര മുസ്ലിങ്ങളുണ്ട്, ക്രൈസ്തവരുണ്ട്, എത്ര ഹൈന്ദവരുണ്ട്? ഒരു കണക്ക് പ്രസിദ്ധീകരിക്കാമല്ലോ. ആ കണക്ക് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായൊരു ബോധ്യം കിട്ടും. അതാണ് നേരത്തെ ഇവിടെ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചപ്പോൾ കാണിച്ചത്. ഔദ്യോഗിക മേഖലയിൽ കേരളത്തിൽ മുസ്ലിം സമുദായം 27% ഉണ്ടെങ്കിലും അവർ -136-ലാണ്. നമ്മൾ ഇപ്പോഴും വളരെ പുറകിലാണ്. മുസ്ലിം സമൂഹത്തിന് എന്തെങ്കിലും ഒരു ചെറിയ നേട്ടം വരുന്നതിനെ അപക്വമായി കാണുക എന്നതൊരു മതേതര രാജ്യത്തെ ശരിയായ നടപടിയല്ലല്ലോ. ഇവിടെ മുന്നോക്ക സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് വിദ്യാ സമുന്നതി സ്കോളർഷിപ്പ് ഉണ്ട്, സംരംഭ സമുന്നതി സ്കോളർഷിപ്പ് ഉണ്ട്, മംഗല്യ സമുന്നതി സ്കോളർഷിപ്പ് ഉണ്ട്. അതിന്റെ ചെയർമാൻ കേരളത്തിൽ ക്യാബിനറ്റ് റാങ്കിലാണ് ഇരിക്കുന്നത്. ഒരു സമുദായത്തിന്റെ കോർപ്പറേഷന്റെ ചെയർമാൻ, ഒരു സമുദായത്തിന്റെ വികസനത്തിന്റെ കോർപ്പറേഷന്റെ ചെയർമാൻ ക്യാബിനറ്റ് പദവി. ഹരിജനങ്ങൾക്കുള്ള കോർപ്പറേഷൻ ഉണ്ട്, ന്യൂനപക്ഷങ്ങൾക്കുള്ള കോർപ്പറേഷൻ ഉണ്ട്. അതിന്റെ ചെയർമാൻമാർക്ക് ക്യാബിനറ്റ് പദവിയില്ല. എന്നിട്ട് പോലും നമ്മളത് വിഷയമാക്കിയില്ല, പരാതിപ്പെട്ടില്ല. നമ്മൾ സഹിഷ്ണുതയോടത് കേട്ടിരിക്കാനും കണ്ടിരിക്കാനും തയ്യാറാകുന്നു. മാത്രമല്ല ഇവിടെ നൽകുന്ന സ്കോളർഷിപ്പുകളിൽ പോലും അന്തരമുണ്ടല്ലോ. ഒരു പ്രദേശത്തെ ജനസമൂഹം, ഒരു സംസ്ഥാനത്തെ ജനസമൂഹം ഒരേ അർത്ഥത്തിലല്ലേ അവരെ കാണേണ്ടത്? എന്നാൽ നിങ്ങൾ നോക്കൂ,
PG നോൺ പ്രൊഫഷണൽ കോഴ്സിന് ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരു കുട്ടി ന്യൂനപക്ഷ കമ്മീഷൻ അനുസരിച്ചുകൊണ്ട് തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് സ്കോളർഷിപ്പിന് അപേക്ഷിച്ചാൽ അവന് 6000 രൂപ കിട്ടും. അതേ സ്ഥാനത്ത് മുന്നോക്ക വികസന കോർപ്പറേഷൻ വഴി അപേക്ഷിച്ച മുന്നോക്കക്കാരന്റെ കുട്ടിക്കോ കിട്ടുന്നത് 6000-ന് പകരം 10000. ഈ 4000-ന്റെ വ്യത്യാസം ഇവിടെ നിലനിൽക്കുന്നു. PG പ്രൊഫഷണൽ ന്യൂനപക്ഷത്തിൽപ്പെട്ട കുട്ടികൾക്ക് മുസ്ലിങ്ങളാണെങ്കിലും ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളാണെങ്കിൽ 7000 രൂപ കിട്ടും. എന്നാൽ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട കുട്ടിയാണെങ്കിലോ അവർക്ക് കിട്ടുന്നത് 16000 രൂപ. രണ്ട് കോർപ്പറേഷനുകളിലെയും ആനുകൂല്യങ്ങളിലെ വ്യത്യാസം. ഒരേ കോഴ്സ്, ഒരേ നാട്, ഒരേ ജനങ്ങൾ. മുന്നോക്കക്കാർക്കാണ് പിന്നെയും കൂടുതൽ ലഭ്യമാകുന്നത്, പിന്നോക്കക്കാർക്ക് പിന്നെയും കുറച്ചാണ് ലഭ്യമാകുന്നത്. ഈ അസാംഗത്യം നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോഴേക്കും അതിനെക്കുറിച്ച് പറയും അത് വർഗീയമാണെന്ന്. പ്രധാനമന്ത്രിയുടെ 15 പരിപാടി അനുസരിച്ചുകൊണ്ട് ഇവിടെ വന്ന പദ്ധതികളൊക്കെ ലത്തീൻ കത്തോലിക്കർക്കും പരിവർത്തിത ക്രൈസ്തവർക്കും കണക്കാക്കി 20% കൊടുത്ത് ബാക്കി മറ്റുള്ളവർക്ക് കൊടുത്തു. എന്നാൽ ഇവിടെയുള്ള സവർണ വിഭാഗത്തിന് കൂടുതൽ ലഭിക്കുന്നതിനെ കുറിച്ച് ഇവർക്ക് ഒരു പരാതിയുമില്ല. ഇത് വളരെ നേരത്തെ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ച ഒരു പ്രത്യേക പ്രവണതയായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ പരിശോധിച്ച് നോക്കും നമ്മുടെ നാട്ടിൽ. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. വിഷയസംബന്ധിയാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു അവസ്ഥ വളർന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സാമൂഹ്യ അന്തരീക്ഷത്തിന് തകർച്ച വരും. നമ്മൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു ഉയർന്ന പദവിയിലേക്ക് വരുമ്പോഴേക്കും അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടോ കഴിവുകേട് പ്രയോഗിച്ചിട്ടോ പുറത്താക്കാൻ ശ്രമിച്ച സമീപനം നമ്മൾ കണ്ടല്ലോ. അതെന്തിനാണ് അങ്ങനെ ഒരു മനസ്സ് പ്രകടിപ്പിക്കുന്നത്? ഒരിക്കലും നമ്മൾ അങ്ങനെ വർഗീയമായ മനസ്സ് പ്രകടിപ്പിക്കില്ല. ഞാനൊരു ഉദാഹരണം പറയാം. കേരളത്തിലെ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം DGP ആണ് സത്താർ കുഞ്ഞ്. സത്താർ കുഞ്ഞ് ചരിത്രത്തിൽ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം DGP. ആ DGP സ്ഥാനം അദ്ദേഹം ഏറ്റെടുത്ത അന്ന് വിവാദമുണ്ടാക്കി. അദ്ദേഹത്തിന് ലോ ആൻഡ് ഓർഡർ പദവി കൊടുക്കാൻ പറ്റില്ല, മുസ്ലിമാണ്. അങ്ങനെ തന്നെ പറഞ്ഞു. സത്താർ കുഞ്ഞിന് ലോ ആൻഡ് ഓർഡർ പദവി കൊടുത്തില്ല. ഒരു DGPക്ക് ലോ ആൻഡ് ഓർഡർ പദവി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് DGP സ്ഥാനം? കൊടുത്തില്ല. ആ കാലയളവിന്റെ സമീപത്ത് തന്നെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഒരു മുസ്ലിം ചീഫ് സെക്രട്ടറി വന്നു. ആ ചീഫ് സെക്രട്ടറിയാണ് ലക്നോക്കാരനും പ്രഗത്ഭനുമായിരുന്ന മുഹമ്മദ് റിയാസുദ്ദീൻ. അദ്ദേഹം കേളി കേട്ട പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനാണ് എന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഗവൺമെന്റ് അദ്ദേഹത്തെ സീനിയോറിറ്റി പരിഗണിച്ചുകൊണ്ട് ആ രംഗത്തിരുത്തിയത്. പക്ഷെ സവർണ ലോബിയിൽപ്പെട്ട ചില ആളുകൾ കരുക്കൾ നീക്കി ഫയലുകൾ കൃത്യസമയത്ത് മേശപ്പുറത്ത് വരാതെ വന്നപ്പോൾ അദ്ദേഹം കഴിവുകെട്ടവനാണ് എന്നൊരു ഖ്യാതി ഉണ്ടാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ 8 മാസത്തോടുകൂടി സർവീസ് പൂർത്തിയാക്കി പോകേണ്ടി വന്നു. കാലയളവിന്റെ മുമ്പേ അദ്ദേഹത്തിന് സർവീസിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. അദ്ദേഹത്തെ സെക്രട്ടേറിയറ്റിലിട്ട് പാഠം പഠിപ്പിച്ചു. ഒരു മുസ്ലിം DGP ആയപ്പോൾ കേരളത്തിലുണ്ടായ അവസ്ഥയാണ്. എന്നാൽ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ രണ്ട് മുസ്ലിം ചീഫ് സെക്രട്ടറിയെയും മുസ്ലിം DGPയെയും ഈ ഒരു കണ്ണുകൊണ്ട് കണ്ട അതേ കേരളത്തിൽ ഭരണത്തിന്റെ കുഞ്ചികസ്ഥാനം മുഴുവൻ ഒരു സമൂഹം കൈയടക്കി വെച്ചപ്പോൾ നമ്മൾ ആരും പ്രതിഷേധിച്ചില്ലല്ലോ. നമുക്കൊരു പ്രതിഷേധവും ഉണ്ടായില്ലല്ലോ. നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ കേവലം വാചാടോപം നടത്തുകയല്ല, ഡാറ്റ വെച്ച് പരിശോധിച്ച് നോക്ക് നിങ്ങൾ. കെ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം ഒരു ഭരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കീ പോയിന്റുകൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം 4 പേരാണ്. 4 പേരാണ്. പ്രോട്ടോകോൾ അനുസരിച്ചല്ല. അതിൽ ഒന്ന് മുഖ്യമന്ത്രി, നെക്സ്റ്റ് ചീഫ് സെക്രട്ടറി, അത് കഴിഞ്ഞാൽ DGP, അത് കഴിഞ്ഞാൽ ആ മുന്നണിയുടെ കൺവീനർ. മുന്നണി കൺവീനർ തീരുമാനിക്കുന്നത് LDF ഭരിക്കുമ്പോൾ അതിന്റെ കൺവീനർ, UDF ഭരിക്കുമ്പോൾ അതിന്റെ കൺവീനർ. കേരളത്തിന്റെ അവസ്ഥ, അവർക്കൊരു പവർ ഉണ്ട്. മുഖ്യമന്ത്രിയാണ് കാര്യം തീരുമാനിക്കുക. പിന്നെ 2 പ്രധാനപ്പെട്ട പോസ്റ്റ് DGPയും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി. ഈ 4 പേര് ഒരു ഭരണത്തിൽ അതിപ്രധാനമാണ്. കെ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ അന്നത്തെ ചീഫ് സെക്രട്ടറി ശ്രീ പത്മകുമാറാണ്. അന്നത്തെ DGP ശ്രീ മധുസൂദനൻ, അന്നത്തെ മുന്നണി കൺവീനർ ശ്രീ ശങ്കരനാരായണ. 4 പേരും ഒരു സമുദായം. ആർക്കും ഒരു പരാതി ഉണ്ടായിട്ടില്ല, ഒരു കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ല. നമ്മൾ ഏതായാലും ഉന്നയിക്കുന്നില്ല. മുഹമ്മദ് റിയാസുദ്ദീനോട് ഒരാൾ മുസ്ലിമായി വന്നപ്പോൾ ചെയ്ത ആ ഒരു സമീപനം ഈ രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തെ 4 പ്രധാനപ്പെട്ട പോസ്റ്റിലും ഒരു സമുദായത്തിലെ ആളുകൾ വന്നപ്പോൾ ആർക്കും ഉന്നയിക്കാൻ പറ്റില്ല. ഒരു പത്രം എഴുതിയില്ലല്ലോ. നമ്മൾ പറയില്ല, കാരണം നമുക്കത് പറയേണ്ട കാര്യമില്ല. നമ്മൾ അത്തരം വർഗീയവാദികളല്ല. നമ്മളതിനെ കമ്മ്യൂണലായി കാണുന്നില്ല. സാമുദായിക പ്രാതിനിധ്യം ഉണ്ടായിട്ടില്ലല്ലോ. അത് കഴിഞ്ഞ് ശ്രീ AK ആന്റണി മുഖ്യമന്ത്രി. ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ആന്റണി മുഖ്യമന്ത്രി
ബാബു ജേക്കബാണ് ചീഫ് സെക്രട്ടറി, ഹാർമീസ് തരകനാണ് DGP, ഉമ്മൻചാണ്ടിയാണ് മുന്നണി കൺവീനർ. നാലും ഒരു സമുദായം. ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല, ഒരു കുഴപ്പമിവിടെ ഉണ്ടായിട്ടില്ല. നമ്മൾ ആരും പരാതിപ്പെട്ടിട്ടില്ല. ഈ സദസ്സിരിക്കുന്ന മുഴുവൻ ആളുകളും ഈ ഡാറ്റ വെച്ച് പരിശോധിക്കും. 2 മുസ്ലിങ്ങൾ കീ പോയിന്റിൽ വന്നപ്പോഴേക്കും ബഹളമുണ്ടാക്കി ചില ആളുകൾ. ഈ ഒരു വിരോധം ഔദ്യോഗിക മേഖലയിൽ എന്തിനു കൊണ്ട് നടക്കുന്നു? മുസ്ലിങ്ങൾ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ നിർമ്മിതിയിൽ എന്തെങ്കിലും ഒരു പ്രതിലോമ പ്രവർത്തനം നടത്തിയ ചരിത്രമുണ്ടോ ഇവിടെ പറയും നിങ്ങൾ? ഒരു തരത്തിലും രാജ്യത്തിന് എതിർ പ്രവർത്തിച്ചിട്ടില്ല. എന്നിട്ട് വ്യാജ പ്രചരണം അതിൽപ്പെട്ട ഒന്നാണ് മദ്രസ മുഅല്ലിങ്ങൾക്ക് വാരി കോരി കൊടുക്കുന്നു. കോച്ചിങ് സെന്ററുകൾ മുഴുവൻ മുസ്ലിം സ്ഥാപനങ്ങളിൽ നടത്തുന്നു. ഹലാൽ ഇറച്ചി മാത്രമേ അവർ ഭക്ഷിക്കുന്നുള്ളൂ. എന്തൊരു സങ്കടം! ആ ഒരു പ്രചരണം കേരളത്തിൽ നടത്തി നമ്മൾ മാംസം ഭക്ഷിക്കുന്നത് എല്ലാ ജീവികളെയും നമുക്ക് ഭക്ഷിക്കാൻ പറ്റില്ല. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അറവിന് ചില നിബന്ധനകളുണ്ട്. അതേ നമ്മൾ ഭക്ഷിക്കും. അതൊരു അമുസ്ലിം കടയിലുണ്ട് എന്ന് കരുതി നമ്മൾ ഭക്ഷിക്കാതിരിക്കാറില്ല. ഇവർ ആ രീതിയിലാണ് ചെയ്യുന്നത് എന്ന തരത്തിലുള്ള ഒരു കമ്മ്യൂണൽ പ്രചരണം അടുത്ത കാലത്തായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിനെന്നല്ല നമ്മുടെ പ്രദേശത്തെ ജീവിതത്തിന് അപകടം ചെയ്യുമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാം. അതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്താൻ നമുക്ക് കഴിയണം. ഒന്ന്, മുസ്ലിം സമൂഹം അനർഹമായി സമയം കഴിഞ്ഞു. അരമണിക്കൂർ സമയം. ഞാനൊരു 5 മിനിറ്റ് കൂടി കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പാരമ്പര്യം, ഈ രാജ്യത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് എല്ലാ വിഭാഗം ആളുകളുടെയും ആദരവ് പിടിച്ചു പറ്റിയാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് പൗരത്വ സമയത്ത് ഞാനത് ഉദ്ധരിച്ചിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമൂഹമാണ് സിഖ് സമുദായം. ആ സിഖ് സമുദായം ഇന്ത്യയിൽ ഒരു ചെറിയ ന്യൂനപക്ഷമാണ്. ന്യൂനപക്ഷം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. 2% പോലും തികയില്ല. അവർ ഇന്ത്യയിൽ ഇത്രമാത്രം വലിയൊരു സമരം ഡൽഹിയിൽ നടത്തുമ്പോൾ ഗവൺമെന്റ് പകച്ചു നിൽക്കുന്ന എന്തുകൊണ്ടാണ്? വീണ്ടും സമരം ചെയ്യുമ്പോൾ അവരോട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനും പിന്നെയും ചർച്ച നടത്താനും മുന്നോട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ആയുധശക്തി കൊണ്ടല്ല, അവരുടെ ആൾബലം കൊണ്ടല്ല, അവരുടെ ഉദ്യോഗ പ്രാതിനിധ്യം കൊണ്ടാണ്. രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട കുഞ്ചിക സ്ഥാനങ്ങളിൽ അവരുണ്ട്. സിഖുകാർക്ക് റെജിമെന്റ് ഉണ്ട് പട്ടാളത്തിൽ. അത് വെച്ചിട്ട് നോക്കുമ്പോൾ അവരോട് പെട്ടെന്ന് അങ്ങനെ ഒരു ഗവൺമെന്റിന് ഇടപെടാൻ കഴിയില്ല. ആ സമുദായവും മുസ്ലിം സമുദായവും തമ്മിലുള്ള ബന്ധം നോക്ക് നിങ്ങൾ. 1588 അവരുടെ സുവർണ ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത്. 1588 ഡിസംബർ 28 സുവർണ ക്ഷേത്രത്തിന്റെ തറക്കല്ല. അവർക്ക് സുവർണ ക്ഷേത്രം എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആ സുവർണ ക്ഷേത്രത്തിന് തറക്കല്ലിടാൻ അവർ ക്ഷണിച്ചത് ഹദറത്ത് മിയാൻ മീർ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു മുസ്ലിം പണ്ഡിതനെ. ഇന്ത്യയിലെ സിഖുകാരുടെ ഗുരുദ്വാരക്ക് തറക്കല്ലിട്ടത് ഒരു മുസ്ലിം സൂഫിയാണ്. സൂഫിയാക്കൾക്ക് പൊതുസമൂഹത്തിലുള്ള അംഗീകാരമാണ്. നിങ്ങൾ പഠിച്ചു നോക്കി. ആ സൂഫിയാക്കൾക്കുള്ള പൊതു അംഗീകാരം ഇന്ത്യയുടെ നിർമ്മിതിയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിലേ സൂചിപ്പിച്ചത്. നാടിന്റെ നിലനിൽപ്പിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം എന്ന് പറയുന്നത് മനുഷ്യ സൗഹൃദമാണ്. ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും സൗഹൃദത്തിൽ നിൽക്കണം. സൗഹൃദം നഷ്ടപ്പെട്ടാൽ രാജ്യത്ത് അപകടമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ചെയ്ത സേവന പ്രവർത്തനങ്ങളുടെ ചരിത്രം നമ്മൾ സമൂഹത്തിന് മുമ്പ് ഉദ്ധരിക്കണം. ഇന്നിപ്പോൾ ഇന്ത്യയെ നശിപ്പിക്കുന്ന ഒരു ഭരണകൂടമാണ് കേന്ദ്രത്തിലുള്ളത്. പാവപ്പെട്ട മഴയും വെയിലും തണുപ്പും കൊണ്ട് കർഷകർ സമരം ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അവരുടെ പ്രൊഡക്റ്റുകൾ FCIക്ക് കൊടുത്താൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വിലയുള്ള സമയത്തും വിലയില്ലാത്ത സമയത്തും MSP അനുസരിച്ച് സാധനം എടുക്കുമായിരുന്നു. MSP മീൻസ് മിനിമം സപ്പോർട്ട് പ്രൈസ്, താങ്ങുവില. അത് നിർണ്ണയിക്കാൻ ഒരു സമിതി ഉണ്ടായിരുന്നു, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി, APMC. APMCയെ അപ്രസക്തമാക്കി 3 നിയമം വന്നു. അപ്പോൾ ഈ സാധുക്കൾ ബുദ്ധിമുട്ടി. ഇതാണ് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഈ നിയമം ഒഴിവാക്കാനാണ് കർഷകർ സമരം ചെയ്യുന്നത്. ആ കർഷകർ ഇന്ത്യക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. ഇന്ത്യയുടെ ആത്മാവിന് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. ആ സമരത്തെ തകർക്കാൻ ഗവൺമെന്റിന് കഴിയുന്നില്ല. ആ സമരത്തെ തകർക്കുന്ന എന്തിനു വേണ്ടിയാ? കുത്തകകൾക്ക് വേണ്ടി, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി. അങ്ങനെ വന്നാൽ നാളെ ഇവർക്ക് അർഹതപ്പെട്ട വില കിട്ടില്ലെന്ന് മാത്രമല്ല, ഇവരുടെ സ്ഥലങ്ങൾക്ക് പോലും മാന്യമായ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ ഇവർക്കുണ്ടാവില്ല. അത് വിശദീകരിക്കാൻ സമയമില്ല. വളരെ പെട്ടെന്ന് മനസ്സിലാകും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത് എന്ന്. അവിടെ പോലും നിങ്ങൾ നോക്കൂ, മുസ്ലിങ്ങൾ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും.
അവർ പരസ്പരം സൗഹൃദത്തോടെ കഴിയുന്നു. മുമ്പ് വിജേന്ദ്ര സിംഗ് എന്ന് പറയുന്ന ഒരു സിഖുകാരൻ പൗരത്വ സമരം ഡൽഹിയിൽ നടക്കുമ്പോൾ എല്ലാ ആളുകൾക്കും അദ്ദേഹം ദിനേന ലങ്കാർ ഭക്ഷണം വെച്ചു കൊടുത്തിരുന്നു. അതൊരു വലിയ സൗഹൃദമായി. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സൗഹൃദത്തിലാണ് ഇന്ത്യയുടെ നിലനിൽപ്പ്. ആ സൗഹൃദമാണ് നാം തിരിച്ചു കൊണ്ടുവരേണ്ടത്. ഇവിടെ വാഗൺ ട്രാജഡി സമരം നടക്കുമ്പോ വാഗൺ ട്രാജഡി സമരത്തിൽ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ പങ്കെടുത്തു? തട്ടാൻ ഉണ്ണിപ്പുരായനും ചോളക്കരയിൽ പൊട്ടിച്ചിപ്പവും ശങ്കരൻ നായരും അച്യുതൻ നായരും ഒക്കെ വാഗൺ ട്രാജഡിയിൽ മരിച്ചു വീണ ആളുകളാണ്. എന്തുകൊണ്ടങ്ങനെ? അവരിൽ ഭൂരിപക്ഷവും വളപുരത്തുകാരാണ്. എന്താ വളപുരത്തുകാർ കൂടാൻ കാരണം? എന്താ കൂട്ടത്തിൽ അമുസ്ലിങ്ങൾ ഉണ്ടാവാൻ കാരണം? രണ്ട് കാര്യം പഠിക്കണം. ഒന്ന്, മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും നല്ല ബന്ധത്തിലായിരുന്നു. രണ്ട്, വളപുരത്തൊരു കുഞ്ഞുണ്ണി മുസ്ലിയാരുണ്ട്. ഈ കുഞ്ഞുണ്ണി മുസ്ലിയാർ എന്ന് പറയുന്ന വ്യക്തി ആദരണീയനായി. ആ കുഞ്ഞുണ്ണി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ ചോദ്യം ചെയ്യാൻ പോയതാണ് ഇവര്. അപ്പോഴാണ് ഇവരെ പിടിച്ചുകൊണ്ടുപോയത്. ഒരു മുസ്ലിയാരെ ചോദ്യം ചെയ്യുമ്പോൾ നാട്ടിലെ മുസ്ലിയാർക്ക് വേണ്ടി അമുസ്ലിങ്ങൾ വരെ അണിനിരക്കുന്ന അവസ്ഥ. നമ്മുടെ നാടിന്റെ ഒരു സൗഹൃദമാണത്. ആ സൗഹൃദമാണ് കാത്തു സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു ആത്മാവ് നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിൽ വരെ രേഖപ്പെടുത്തി വെച്ച ഒരു ശ്ലോകമുണ്ട്. അതാണ് ഇന്ത്യയുടെ ആത്മാവ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിന്റെ താഴികക്കുടത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അയം നിജ പരോവേദി ഗണനാ ലഘുചേതസ ഉദാര ചരിതാനാം തു വസുദൈവ കുടുംബകം. അയം നിജ പരോവേദി, ഇവൻ എന്റെ ആള്, അവൻ മറ്റവന്റെ ആള്. ഈ വേർതിരിക്കൽ അത് ഗണനാ ലഘുചേതസ, ഇടുങ്ങിയ മനസ്സുള്ളവന്റെ തീരുമാനമാണ്, ചെറിയ മനസ്സുള്ളവന്റെ തീരുമാനമാണ്. അവര് വേറെ ഇവര് വേറെ, രാജ്യത്തെ ജനങ്ങളെ വെട്ടിമുറിക്കുന്ന ചിന്ത, കമ്മ്യൂണൽ പോളറൈസേഷന്റെ ചിന്ത. അയം നിജ പരോവേദി ഗണനാ ലഘുചേതസ. പിന്നെ ഏതാണ് നല്ലത്? ഓരോ മനുഷ്യരും ചിന്തിക്കണം, ഉദാര ചരിതാനാം തു വസുദൈവ കുടുംബം. വിശാല മനസ്സുള്ളവന്റെ മനസ്സിൽ എല്ലാവരെയും ഒരുപോലെ കാണാനാണ് മനസ്സുണ്ടാവും. ആ മനസ്സാണ് ഇന്ത്യക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഫാസിസ്റ്റുകളുടെ കയ്യിൽ നിന്നും ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ ആത്മാവിനെ തിരിച്ചു പിടിക്കുവാൻ നമുക്ക് കഴിയണം. കേരളീയ മുസ്ലിം ഉമ്മത്തിൽ വിഭാഗീയത ഉണ്ടാക്കുന്നവരെ സത്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് നന്മയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അതിനുള്ള ഈ പടപ്പുറപ്പാട് നിങ്ങളെല്ലാവരും അണിനിരന്നുകൊണ്ട് ഈ നട്ടുച്ച സമയത്ത് പോലും ഇതുപോലെ വിജയിപ്പിച്ചുവെങ്കിൽ കേരളത്തിൽ ഇത്തരത്തിൽ ജനസമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ജനകീയമായി ശബ്ദമുയർത്തുവാൻ കഴിയുന്ന ജനാടിത്തറയുള്ള ഒരു പ്രസ്ഥാനം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമേ ഉള്ളൂ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു വലിയ സന്ദേശയാത്രയായി ഇത് മാറട്ടെ, മാറിക്കൊണ്ടിരിക്കുന്നു. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.